നമസ്തേ, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ GST ആക്ട് പറയാൻ ഷോക്കോസ് നോട്ടീസ് വന്നാൽ അതിൻ്റെ റെക്ടിഫിക്കേഷൻസ്, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ GST ആക്ട് പ്രകാരം നമ്മളെല്ലാം റിട്ടേൺ ഫയൽ ചെയ്യണം, രജിസ്റ്റേർഡ് പേഴ്സൺ റിട്ടേൺ ഫയൽ ചെയ്യണം. റിട്ടേൺ അവർ വെരിഫൈ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ വെരിഫൈ ചെയ്തിട്ട് എന്തെങ്കിലും അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡിസ്ക്രിപ്റ്റൻസിയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമുക്കൊരു നോട്ടീസ് അയക്കും. അത് ഷോക്കോസ് നോട്ടീസ് എന്ന് പറയാം. SCN എന്നാണ് ഷോർട്ടിലായിട്ട് പറയാം. ഷോക്കോസ് നോട്ടീസ് എന്ന് പറയും. അത് വിവിധ സെക്ഷനുകൾക്ക് നമുക്ക് അയക്കാം. അവർക്ക് അയക്കാം, 73 അയക്കാം, 74 അയക്കാം. ഇതൊക്കെ നമുക്ക് ഓരോരോ പിന്നെ അത് കൂടാതെ ബാക്കിയുള്ള സെക്ഷനിലൊക്കെ നമുക്ക് അയക്കാനുള്ള അത് നമ്മുടെ ഓഫീസർ അയക്കും, നമുക്ക് അയക്കാം. ഇത് നമുക്ക് ഷോക്കോസ് നോട്ടീസ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ മെയിൽ ത്രൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. മെയിൽ ത്രൂ. പിന്നെ പോസ്റ്റിൽ കിട്ടുന്നത് വളരെ ദുർലഭമായിട്ടായിരിക്കും. ചിലപ്പോൾ അത് കിട്ടുമായിരിക്കും കുറച്ച് സമയമെല്ലാം കഴിഞ്ഞിട്ട്. സോ എപ്പോഴും ഷോക്കോസ് നോട്ടീസ് കിട്ടുന്ന അയക്കുന്ന ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് നോട്ടീസാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത്. അതിന് ശേഷമുള്ള നമ്മളൊരു 15 ദിവസം 20 ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നാണോ ഷോക്കോസ് നോട്ടീസ് അയക്കുന്നത് ആ ഡേറ്റ് മുതലാണ് നമ്മളിത് എടുക്കാൻ ആക്ട് പ്രകാരം പറയുന്നത്. അല്ലാണ്ട് നമ്മളിത് കയ്യിൽ കിട്ടിയ ഡേറ്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പം ഇന്ന് നമുക്ക് ഷോക്കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് നമുക്ക് പോസ്റ്റിൽ അത് ഒരു 10 ദിവസം കഴിഞ്ഞാൽ കിട്ടുന്നെങ്കിലും ഇന്നത്തെ ദിവസം മുതലായിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. ഷോക്കോസ് നോട്ടീസ് നമുക്ക് എവിടെയാണ് നമുക്ക് GST ആക്ട് പ്രകാരം കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലോഗിനിൽ കയറി കഴിഞ്ഞാൽ അതിൽ അഡീഷണൽ നോട്ടീസസ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിലായിരിക്കും നമ്മൾ ഷോക്കോസ് നോട്ടീസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഷോക്കോസ് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കണം, അല്ലെങ്കിൽ അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം, എല്ലാം ചെയ്യണം എന്നാണ് നമുക്ക് പറയുന്നത്. 15 ദിവസത്തിനുള്ളിൽ ഷോക്കോസ് നോട്ടീസ് കിട്ടി, അതായത് ഇഷ്യൂ ഓഫ് ദി ഷോക്കോസ് നോട്ടീസിന് 15 ദിവസത്തിനുള്ളിൽ നമുക്ക് പ്രതികരിക്കാം. അതായത് നമുക്ക് അതിന് റിപ്ലൈ കൊടുക്കാം. ഓഫീസർ അയച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ആ ഒരു സ്റ്റാൻഡ് എന്ന് നോക്കിയിട്ട് നമുക്ക് റിപ്ലൈ അയക്കാം. ആ 15 ദിവസത്തിനുള്ളിൽ നമ്മൾ റിപ്ലൈ അയക്കണമെന്നാണ് പറയുന്നത്. സോ വൺസ് അപ്പോൺ എ ടൈം നമ്മൾ റിപ്ലൈ അയച്ചു കഴിഞ്ഞിട്ട് അത് അവർക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ആ റിപ്ലൈ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ഓഫീസർക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അവർ ചോദിച്ച ചോദ്യങ്ങളുടെ സംശയ ദൂരീകരണം നടത്തിയതെങ്കിൽ നമുക്ക് ആ ഒരു നോട്ടീസ് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എന്തുകൊണ്ടാണ് നോട്ടീസ് അയച്ചത് ആ ഒരു കേസ് അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക അവരെ ഡ്രോപ്പ് ഔട്ട് ചെയ്യും. ആ ഡ്രോപ്പ് ഔട്ട് ചെയ്തതിന് ഒരു ഓർഡറും അവർ ഇഷ്യൂ ചെയ്യും 15 ദിവസത്തിനുള്ളിൽ. ഇനി അവർക്ക് ഡ്രോപ്പ് ഔട്ട് നോട്ടീസ് നമ്മൾ കൊടുത്ത അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് അത് അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഫെർദറായിട്ട് അവർക്ക് പോകാനുള്ള അധികാരമുണ്ട്. അവർക്ക് പിന്നെ ഓർഡറായിട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ഉണ്ട്. നോട്ടീസ് നമുക്ക് കിട്ടി. അപ്പം നോട്ടീസ് നമുക്ക് കിട്ടി, ഒന്നുകിൽ നമ്മൾ അറിഞ്ഞില്ല, നമ്മുടെ മെയിൽ നമ്മൾ നോക്കിയില്ല, അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റിൽ വന്ന് കണ്ടില്ല, അല്ലെങ്കിൽ നമ്മളതൊരു ലെതാർജിക്കായിട്ട്, അതായത് ഒരു ലേസി ആയിട്ട് നമ്മളത് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് നമ്മളത് ഇട്ടു എന്ന് അങ്ങനെ വരിക. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ആക്ട് പറഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ നമ്മൾ റിപ്ലൈ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 15 ദിവസത്തിനുള്ളിൽ നമ്മൾ റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഓഫീസർക്ക് അവരുടെ അധികാരം യൂസ് ചെയ്യാൻ പറ്റും. അതായത് അവർക്ക് ഫെർദർ ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഫെർദർ ഓർഡറിൽ നമുക്ക് പെനാൽറ്റി നമുക്ക് അതാത് ആക്ടിൽ ഇപ്പോൾ 73 അങ്ങനെ പറയുന്നെങ്കിൽ അത് ചെയ്യാം. എന്താണോ നമുക്ക് പെനാൽറ്റി അവരെ ഉദ്ദേശിക്കുന്നത് ആ പെനാൽറ്റി അവർക്ക് ഇടാനുള്ള ഒരു അധികാരം നമുക്ക് വരുന്നുണ്ട്. സോ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ അത് പ്രതികരിക്കുക, അല്ലെങ്കിൽ അത് കൺസേൺഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടിനെയോ അല്ലെങ്കിൽ പ്രൊഫഷണലിനെയോ കാണുക, അതിനനുസരിച്ച് റിപ്ലൈ കൊടുക്കുക. ആ റിപ്ലൈ നമ്മൾ വൺസ് റിപ്ലൈ കൊടുത്താൽ നമുക്കൊരു സ്റ്റാൻഡായി. അല്ലാത്ത പക്ഷം എന്ത് റിപ്ലൈ ആയാലും, കാരണം നമ്മളിപ്പോൾ ഒരു റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറത്ത് ഫർദർ അവർക്ക് സാറ്റിസ്ഫൈ അല്ലെങ്കിൽ അവർ വീണ്ടും നമുക്കൊരു നോട്ടീസോ റിപ്ലൈ ഓർഡറോ അയക്കും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. സോ നമ്മൾ റിപ്ലൈ കൊടുക്കാണ്ടിരുന്നാൽ നമുക്ക് അത് ഫർദർ പെനാൽറ്റിയിലേക്കാണ് പോവുക. നല്ലൊരു പെനാൽറ്റി വരും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും അവരവരുടെ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നോക്കുക. ഇനി ഈ നോട്ടീസുകൾ രണ്ട് തരത്തിലുണ്ടാവും. ഒന്ന് നമ്മളോട് അതിൻ്റെ സംശയങ്ങൾ മാത്രം ചോദിക്കുന്നത്, അത് എന്താണ് ഉദ്ദേശം, അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു പേഴ്സണൽ ഹിയറിങ്ങിന് നമുക്ക് ചോദിക്കുന്നുണ്ടാവും. അതായത് നമ്മൾ അവരെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസായിരിക്കാം. അപ്പോൾ ഇത് രണ്ടും നോട്ടീസുകളിൽ വരാം, ഷോക്കോസ് നോട്ടീസിൽ വരാം. സോ ഷോക്കോസ് കിട്ടി 15 ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ പേഴ്സണൽ ഹിയറിംഗ് ആയാലും 15 ദിവസത്തിനുള്ളിൽ നമ്മളിപ്പം നമ്മളതിന് മറുപടി കൊടുത്തില്ല എന്തൊക്കെയാണെങ്കിൽ ഓഫീസർക്ക് ഇപ്പം ഈ നോട്ടീസ് കിട്ടിയിട്ട് 15 ദിവസത്തിന് നമുക്ക് റിപ്ലൈ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവർക്ക് റിമൈൻഡേഴ്സ് അയക്കാനുള്ള അധികാരമുണ്ട്. അതായത് അപ്പം എത്ര റിമൈൻഡേഴ്സ് അയക്കാമെന്ന് പറഞ്ഞാൽ 3 റിമൈൻഡേഴ്സ് വരെ അവർക്ക് അയക്കാനുള്ള അധികാരമുണ്ട്. ഫസ്റ്റ് റിമൈൻഡർ അവരയക്കും, അതായത് ഞങ്ങളിങ്ങനെ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്, അതിന് നിങ്ങളുടെ റിപ്ലൈ കിട്ടിയില്ല, ഇന്നാണ് ഇഷ്യൂസ് എന്ന് പറഞ്ഞിട്ട് അയക്കും. അത് കഴിഞ്ഞിട്ട് തന്നെ ഒരു സെക്കൻഡ് റിമൈൻഡർ അയക്കാനുള്ള അധികാരമുണ്ട്. സെക്കൻഡ് റിമൈൻഡർ അവരയക്കും. അതായത് തേർഡ് റിമൈൻഡറും അവരയക്കും.
ഈ 3 റിമൈൻഡേഴ്സ് കഴിഞ്ഞിട്ടും നമ്മൾ ഈ നോട്ടീസിനെ ഒരു ഗൗനിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മളെ പേഴ്സണൽ ഹിയറിങ്ങിനെ ബാധിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നോട്ടീസിന് റിപ്ലൈ കൊടുക്കാതിരിക്കുകയോ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവർ എന്തായാലും ഫർദർ പെനാൽറ്റി ഓർഡറിലേക്ക് അത് പോകുന്നതാണ്. അപ്പോൾ 3 റിമൈൻഡേഴ്സ് നമുക്ക് ഇഷ്യൂ ചെയ്യാനുള്ള 3 റിമൈൻഡേഴ്സ് നമുക്ക് കിട്ടാനുള്ള അധികാരം നമുക്കുണ്ട്. അതായത് ഓഫീസർക്ക് 3 റിമൈൻഡേഴ്സ് നമ്മൾ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ 3 റിമൈൻഡേഴ്സ് നമുക്ക് അയക്കാം. ആ 3 റിമൈൻഡേഴ്സിന് നമ്മൾ മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ അവരത് ഫർദർ പെനാൽറ്റി ഓർഡറിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ഇനി നമുക്ക് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ഹാജരാകാൻ വേണ്ടി അവരുടെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടിയുള്ള നോട്ടീസാണെങ്കിൽ നമുക്ക് ആ ദിവസം നമുക്ക് ഹാജരാകാൻ പറ്റില്ലെങ്കിൽ നമുക്കതൊരു അഡ്ജേൺമെൻറ്റ് വാങ്ങിക്കാം. അതായത് അഡ്ജേൺമെൻറ്റ് എന്ന് വെച്ചാൽ നമുക്കന്ന് ഹാജരാകാൻ പറ്റില്ല, നമുക്കന്ന് ഇൻകൺവീനിയൻസ് ആണ് വേറൊരു ദിവസം. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഒരു വ്യക്തിയെ ഹാജരാകുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിനനുസരിച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ നിങ്ങൾ സമീപിക്കുക. കാരണം അവരാകുമ്പോൾ അതിൻ്റെ ഒരു നിയമവശങ്ങളിൽ അത് പറയാൻ അവതരിപ്പിക്കാനും പറ്റും. വ്യക്തിയെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഹാജരാകും, നിങ്ങൾക്കായിരിക്കും നോട്ടീസ് വരിക. അപ്പോൾ നമ്മളിപ്പോൾ ഹാജരായില്ലെങ്കിൽ നമുക്കതിന് അഡ്ജേൺമെൻറ്റ് വാങ്ങിക്കാം. അഡ്ജേൺമെൻറ്റ് നമ്മൾ അതേപോലെ തന്നെ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നമ്മൾ ഓഫീസർക്ക് അയക്കുക. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു 3 അഡ്ജേൺമെൻറ്റ് വരെ കൊടുക്കാനുള്ള അധികാരമുണ്ട്. അതായത് അഡ്ജേൺമെൻറ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇന്ന് ഹാജരാകാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് പറ്റില്ല, ഇന്ന് എനിക്ക് എന്തെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അടുത്ത ആഴ്ച വേണമെങ്കിൽ ഒരു ദിവസം വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു അടുത്ത ആഴ്ചത്തേക്ക് ഒരു ദിവസം ആക്കി തരണം വേണ്ടി ചെയ്യാം. 6 ദിവസത്തിൻ്റെ ഒരു പേഴ്സണൽ ഹിയറിംഗ് അവർ നമുക്ക് തരും, ഒരു നോട്ടീസും കൂടി തരും. അതനുസരിച്ച് നമുക്ക് ഹാജരാകും. അങ്ങനെ 3 പ്രാവശ്യം വരെ മാറ്റാം. 3 പ്രാവശ്യം മാറ്റിയിട്ട് നമ്മൾ വന്നിട്ടില്ലെങ്കിൽ അവർക്ക് ഓർഡർ ആകാനുള്ള ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വന്നാലും നോട്ടീസിന് റിപ്ലൈ അയക്കുക, അഡ്ജേൺമെൻറ്റ് വേണമെങ്കിൽ അഡ്ജേൺമെൻറ്റ് വാങ്ങിക്കുക, അതും ചെയ്യുക. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഈ വരുന്നത് നമുക്ക് മെയിലായിട്ടും വരാം, ഒരു നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ ഐ ഡിയിലേക്ക് ഒരു SMS ആയിട്ടും വരും. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വരും. അപ്പോൾ അത് എന്തൊക്കെ കാര്യത്തിലാണ് വരിക എന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ടീസിന് ഇങ്ങനെ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് വേണ്ടിയിട്ട് ഒരു SMS വരാൻ സാധ്യതയുണ്ട്. ഇനി നമ്മളെന്തെങ്കിലും റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും ഒരു SMS വരും. അതായത് നിങ്ങളിങ്ങനെ റിപ്ലൈ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് SMS വരും. ഇനി നമ്മൾ അഡ്ജേൺമെൻറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഡ്ജേൺമെൻറ്റിനും ഒരു SMS വരാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ നാളെ പെനാൽറ്റി ഓർഡർ നമ്മൾ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു പെനാൽറ്റി ഓർഡർ ഇഷ്യൂ ആണെങ്കിൽ അതിനും നമുക്ക് SMS വരും. സോ ഐദർ ബൈ മെയിൽ ഓർ SMS എന്തായാലും വരും. ഓൺലൈനായിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. ഓഫ്ലൈനായിട്ട് അഡ്ജേൺമെൻറ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ എപ്പോഴും റിപ്ലൈ ചെയ്യുക. ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സെക്ഷനിലേക്ക് അടുത്ത പ്രൊസീജിയറിലേക്ക് ഓഫീസർക്ക് പോകാനുള്ള ഒരു അധികാരം ഉണ്ട്. നോട്ടീസസ് എന്തിനൊക്കെ വരാമെന്ന് വെച്ചാൽ ഏത് കാര്യത്തിനും വരാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇന്നെലിജിബിൾ ക്രെഡിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് വരാം. നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് വരാം. റിട്ടേൺസ് ഫയൽ ചെയ്യാത്തതുകൊണ്ട് അവർ നമ്മുടെ ക്യാൻസലേഷനോ അങ്ങനത്തെ എന്തെങ്കിലും രീതിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വരാം. നമ്മൾ പൈസ കളക്ട് ചെയ്ത് നമ്മൾ അടയ്ക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ, അതായത് GST കളക്ട് ചെയ്തിട്ട് അടയ്ക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ അത് വരാം. പക്ഷേ നമ്മുടെ നോട്ടീസസ് എല്ലാം നമ്മുടെ പോർട്ടലിൽ നമുക്ക് തന്നെ കാണാൻ പറ്റും. അത് ഫുൾ ട്രേസബിൾ തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സർവീസസിൽ പോവുക, നോട്ടീസസിൽ പോവുക, അഡീഷണൽ നോട്ടീസസ് എന്ന് പറഞ്ഞ ഇത് സംഭവമുണ്ട്, അതിൽ പോവുക. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുക, എന്നിട്ട് കാണാം. അപ്പം നോട്ടീസസിന് കൃത്യമായ റിപ്ലൈ നമ്മൾ കൃത്യമായി കൊടുക്കുക. അതിന് 15 ദിവസമാണ് വെച്ചിട്ടുള്ളത്. ആ 15 ദിവസത്തിനുള്ളിൽ കൊടുക്കുക. എന്നിട്ട് അത് ഒന്നെങ്കിൽ നമുക്ക് അഡ്ജേൺമെൻറ്റ് വേണ്ടെങ്കിൽ അഡ്ജേൺമെൻറ്റ് ചോദിക്കുക. അല്ലെങ്കിൽ ഈ 15 ദിവസത്തിനുള്ളിൽ നമ്മൾ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഓഫീസർക്ക് റിമൈൻഡർ അയക്കാനുള്ള അധികാരമുണ്ട്. ആ റിമൈൻഡർ അയച്ചിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് പെനാൽറ്റി ഓർഡർ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. പെനാൽറ്റി ഓർഡറിൽ ഓരോ പെർസെൻറ്റേജ് വൈസാണ് പോവുക. 15%, 10%, 25% അങ്ങനെയായിട്ട് നമ്മൾ എന്താണോ നമ്മുടെ ടാക്സ് അല്ലെങ്കിൽ അവർ നമ്മൾ കണ്ടുപിടിച്ചത് അതിൻ്റെ മുകളിലേക്ക് ടാക്സ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്നതും ഇതിന് ഒരു പ്രൊഫഷണലിൻ്റെ സഹായം തേടുക, അതനുസരിച്ച് മാത്രം പോവുക. അല്ലാണ്ട് സ്വന്തമായി ചെയ്യാനോ അല്ലെങ്കിൽ അധികം അറിയാത്ത അരവൈദ്യൻ എന്ന രീതിയിലേക്ക് പോകാണ്ട് കൃത്യമായിട്ട് നമുക്ക് പോവുക. എൻ്റെ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷൻസും വീഡിയോകൾക്കും വേണ്ടി നോട്ടിഫിക്കേഷൻസ് ബെൽ ബട്ടൺ അമർത്തുക. വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച്.